ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിന്റെ തേർഡ് ചാനലാണ് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് ലവ് റീഡിംഗ് മലയാളം. ഓക്കെ, അപ്പോൾ ഈ റീഡിങ്ങിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളിൽ നിന്നും അകന്നു പോയതിൽ ഈ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അവസാനം നമ്മൾ യൂണിവേഴ്സിന്റെ ഗൈഡൻസും എടുക്കുന്നുണ്ട്, അതുപോലെ റൊമാൻസ് ഏഞ്ചൽസിന്റെ കാർഡ്സും നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങളിൽ നിന്നും അകന്നു പോയതിൽ നിങ്ങളുടെ വ്യക്തി എത്രമാത്രം വേദനിക്കുന്നുണ്ട്, അവര് സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ബാക്ക് ടു റീഡിംഗ്. അതിന് പോണേന് തൊട്ട് മുൻപായിട്ട് പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർ എനിക്ക് ആ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, ബാക്ക് ടു റീഡിംഗ്. സോ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് സ്പ്രെഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും സ്പ്രെഡാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഇവിടെ ലഭിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഒരു എന്താ പറയാ, നമ്മൾ സത്യം എന്ന് പറയില്ല, വാക്കാലുള്ള സത്യം. അതായത് നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം, അല്ലെങ്കിൽ വേറെ എവിടെ പോയാലും ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല, എനിക്കിനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്നോട് കൂടെ ആയിരിക്കും എന്നുള്ള ഒരു വാക്കാൽ ഉറപ്പിച്ച അല്ലെങ്കിൽ സംതിങ് അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും എന്താ പറയാ, നിങ്ങൾ എന്തായാലും സ്നേഹിച്ചോളാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കല്യാണം കഴിച്ചോളാം എന്നുള്ള ഒരു വാക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിയാണെങ്കിലും ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു കല്യാണത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കുട്ടികളുടെ അമ്മ അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛൻ എന്നുള്ള രീതിക്ക് ഈ വ്യക്തി ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ തന്നെയാണ് ഈ വ്യക്തിക്ക് വരുന്നത്. തീർച്ചയാണ്. കാരണം ഒരമ്മ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്നുള്ള ഒരു സ്ഥാനത്തൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളെ തന്നെയാണ് ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ, ഇപ്പൊ നിങ്ങളൊരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ പോലും ഈ പേഴ്സൺ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ട് കൂടിച്ചേരണം, അതിലൂടെ ഒരു കുഞ്ഞ് വേണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ കൂടി നിങ്ങളായിട്ടുള്ള ഒരു വിവാഹ ജീവിതം, ഒരു ഹാപ്പി മാരേജ് ലൈഫാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ ഡിവൈൻ പർപ്പസ് അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തിയുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായി, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. അതിലൂടെ നിങ്ങൾ പല കാര്യങ്ങൾ ഈ വ്യക്തിയോട് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയാണല്ലോ, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഈ പേഴ്സണോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഈ പേഴ്സൺ പല കാര്യങ്ങൾക്കും മറുപടി ഇല്ലായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾക്ക് ഈ ഒരു സ്പ്രെഡ് കൊണ്ട് മനസ്സിലാകുന്നത്. പക്ഷേ ഈ പേഴ്സന്റെ ഭയങ്കരമായിട്ടുള്ള ആങ്കർ ഇഷ്യൂസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുക, വായി തോന്നിയത് വിളിച്ചു പറയുക. ആൻഡ് ഓൾസോ ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് ഈ പേഴ്സൺ എപ്പോഴേക്കോ തേർഡ് പാർട്ടിയുടെ ഒരു കൺട്രോളിലായി പോയി എന്നുള്ള സത്യവും കൂടെ നമുക്ക് ഈ ഒരു കാർഡ്സിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഓക്കെ, ഒരു തേർഡ് പാർട്ടി ആയിട്ട് അഡിക്ഷൻ ആയി പോയി, അല്ലെങ്കിൽ ഇപ്പൊ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ എക്സ് ബാക്ക് ആയിരിക്കാം, അതായത് മുൻ കാമുകനോ കാമുകിയോ ആയിരിക്കാം, അല്ലെങ്കിൽ വിവാഹേതര ബന്ധമായിരിക്കാം. സോ വാട്ട് എവർ ഇറ്റ് ഇസ്, എന്ത് തന്നെ ആയാൽ പോലും നമുക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു നിമിഷം വഴി മാറി ചിന്തിച്ചു എന്നുള്ളത് സത്യമായ കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് ഈ പേഴ്സണ് ചില ടൈപ്പ് ഓഫ് അഡിക്ഷൻസ് ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. അതായത് ഒരു സെക്ഷൽ അഡിക്ഷൻസ്, പോൺ വീഡിയോസ് ഒക്കെ അമിതമായിട്ട് കാണുക, അതല്ല എങ്കിൽ സംതിങ് ഇന്നലെ കണ്ട ആളെ വേഗം കണ്ണടച്ച് വിശ്വസിക്കുക. അതും ഈ പേഴ്സന്റെ ഒരു തെറ്റായിട്ടുള്ള ഒരു സ്വഭാവമായിട്ട് കാണുന്നുണ്ട്. അതായത് പറയുന്നതെല്ലാം വിശ്വസിക്കും.
ഇപ്പൊ നിങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ഈ പേഴ്സൺ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും ഈ വ്യക്തി എവിടേക്കോ ഈ വ്യക്തിയുടെ മനസ്സിൽ അത് എടുത്തു വെക്കും. ഓക്കെ, ഈ പേഴ്സൺ അത് പ്രത്യേകിച്ച് ചീത്ത കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ പൂർണ്ണമായിട്ടും അത് വിട്ട് കളയില്ല. അത് മനസ്സിൽ എവിടെയെങ്കിലും ഒക്കെ സൂക്ഷിച്ചു വെക്കും. ദെൻ അതിനനുസരിച്ച് പിന്നീട് മാനിപ്പുലേറ്റീവ് ആയിട്ട് പെരുമാറും. സോ ഈ വ്യക്തിക്ക് എന്ന് പറയുന്നത് എല്ലാം ഒരു ആവേശകരമായിട്ടുള്ള ഒരു എനർജിയാണ്. വളരെ ഫാന്റസി വേൾഡിൽ ജീവിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതായത് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് ഹണിമൂൺ പോകണം, ട്രാവൽ ചെയ്യണം, ട്രിപ്പ് അടിക്കണം, അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള സുഖത്തിനാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. അതും ഈ വ്യക്തിയുടെ ഒരു മോശപ്പെട്ട സ്വഭാവമായിട്ട് നമ്മൾക്ക് കണക്കാക്കാം. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാനും കൂടുതലായിട്ട് എൻജോയ് ചെയ്യാനും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കാനും ഈ വ്യക്തി തയ്യാറാണ്. ഇപ്പോ നിങ്ങളായിട്ട് സംസാരിക്കണോ, ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിട്ട് ടൂർ പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഫ്രണ്ട്സ് ആണെന്നേ പറയുള്ളൂ, ഫ്രണ്ട്സിന്റെ കൂടെ പോകണമെന്നേ പറയുള്ളൂ. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു മിസ്മാച്ചസ് ഉണ്ടായിരുന്നു. അതായത് ഒരു മര്യാദക്ക് സംസാരിച്ച് ഇപ്പൊ പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് മര്യാദക്ക് സംസാരിച്ച് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റിന് മുന്നോട്ട് പോകാം എന്നൊക്കെ വിചാരിച്ചുവെങ്കിൽ പോലും അതൊന്നും വർക്കായില്ല എന്നുള്ളതാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പൊ നിങ്ങളാണെങ്കിലും പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത് ഈ വ്യക്തിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഈ വ്യക്തിയായിട്ട് സംസാരിക്കാനും ഈ വ്യക്തിയുടെ ഇമോഷൻസ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നു. പക്ഷെ ഈ വ്യക്തി മാറി മാറി പോയതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഈ വ്യക്തിക്ക് തന്നെ ചില സമയത്ത് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ വ്യക്തിക്ക് ഈ അനാവശ്യമായിട്ടുള്ള അഡിക്ഷൻസ് കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ സെക്ഷുവൽ അഡിക്ഷൻസ് അല്ലെങ്കിൽ പോൺ വീഡിയോസ് അഡിക്റ്റഡ് ആ ഒരു രീതിയിലൊക്കെ ആയതുകൊണ്ട് അത് പലവരും മിസ്യൂസ് ചെയ്തു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആയിരിക്കില്ല. സോ ഈ വ്യക്തി പല തവണയും ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ തെന്നി മാറിപ്പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ താല്പര്യമില്ല. നിങ്ങൾക്കെന്ന് പറയുന്നത് കൂടുതലും മാനസികമായിട്ടുള്ള അടുപ്പമാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ടേ ശാരീരിക അടുപ്പത്തിന് പ്രാധാന്യമുള്ളൂ. സോ അത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കാൻ ഈ വ്യക്തി ചിന്തിച്ചില്ല, അല്ലെങ്കിൽ ഈ വ്യക്തി അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചില്ല, അതിനുവേണ്ടി മെനക്കെട്ടില്ല. സോ ഈ വ്യക്തി വിചാരിക്കുന്നത് ഫിസിക്കൽ പരമായിട്ടുള്ള അട്രാക്ഷൻ ആണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ ഇതുപോലെ സെക്ഷൽ അഡിക്ഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു ചിന്താഗതിയിൽ നടക്കുന്ന പേഴ്സൺ ആണ് ഈ വ്യക്തി. പക്ഷെ നിങ്ങളാണെങ്കിലോ മാനസികമായിട്ടുള്ള അടുപ്പം, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കുക, തുറന്ന് സംസാരിക്കുക, ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവെക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. സോ നിങ്ങൾ തമ്മിൽ ഒരുപാട് മിസ്മാച്ചസ് ഉണ്ടായി, ഒരുപാട് വാക്ക് തർക്കങ്ങൾ ഉണ്ടായി, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. സോ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ പ്ലാനിങ് തെറ്റി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും ഈ വ്യക്തി വിഡ്രോ ചെയ്തു അല്ലെങ്കിൽ പിൻവലിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ പേഴ്സൺ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് തയ്യാറല്ല. നിങ്ങൾ വേണമെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് വന്നോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണ് ഈ വ്യക്തി. സോ ഈ വ്യക്തിക്ക് സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇമോഷണൽ ലോസ് ആണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വിഷമത്തിൽ തന്നെയാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്, വളരെ സന്തോഷിച്ചൊന്നുമല്ല. കാരണം ഈ വ്യക്തിയെ വേറെ പലവരും ചതിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. സോ അതൊക്കെ ഒരു ആയുധമാക്കി വേറെ ആരൊക്കെയോ ഈ വ്യക്തിയെ കൂടെ നിന്ന് മിസ്യൂസ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അതൊക്കെ ഈ പേഴ്സൺ മനസ്സിലാക്കി വരുന്നു. ഈ പേഴ്സൺ ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഒരു വ്യത്യാസങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്റപ്ഷൻ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തി പഴയതുപോലത്തെ സ്വഭാവമല്ല. ഈ വ്യക്തിക്ക് ഒരുപാട് സ്വഭാവ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. സോ ഇപ്പോൾ ഈ വ്യക്തിയോട് പലതരത്തിലുള്ള അഡിക്ഷൻ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി പെട്ടെന്ന് വീഴത്തില്ല. ഈ വ്യക്തി എന്ന് പറയുന്നത് കുറേ തവണ ചിന്തിക്കും. ഓക്കെ, കുറേ തവണ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഓക്കെ, ഇതെനിക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ചിന്തിക്കും. അതിനുശേഷം മാത്രമേ ഇപ്പോൾ ഈ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കുകയുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി ആയിട്ടുള്ള, കുറച്ചും കൂടി പക്വതയുള്ള ഒരു മനസ്സിലേക്ക് ഈ വ്യക്തി വന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ വ്യക്തിക്ക് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്. അതായത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ആ ഫ്രണ്ട്സിൽ നിന്നും പലതരത്തിലുള്ള കാര്യങ്ങൾ, പുറമേ പറയുമ്പോൾ ഫ്രണ്ടാണ്, പക്ഷെ ആ ഫ്രണ്ടിൽ നിന്നും ആ ഫ്രണ്ട്സായിട്ട് പലതരത്തിലുള്ള ഇടപാടുകൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ പതുക്കെ പതുക്കെ നിർത്തിയതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു സ്ലോ മൂവിങ് എനർജി. നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഒരു വ്യക്തി താങ്കളുടെ 2 കൈകളും കെട്ടിവെച്ചിരിക്കുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സണും ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആദ്യമൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു, എല്ലാ കാര്യത്തിനും ഈ പേഴ്സൺ ഉണ്ടാകും. ചിലപ്പോൾ ചെറിയ പ്രായത്തിലെ തന്നെ ഭയങ്കര തല്ലുകൊള്ളിയായിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര കുസൃതിയൊക്കെ ഉള്ള, കള്ളത്തരമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നായിരിക്കണം. സോ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ചതിവുകൾ പറ്റിയിരിക്കുന്നത്, അത് പറ്റിയതല്ല, ആ ചതിവുകൾ കൊടുത്തതാണ് ഈ പ്രപഞ്ചശക്തി. കാരണം ഈ വ്യക്തിക്ക് മനസ്സിലാക്കാനും നല്ലതും ചീത്തയും ഏതാണ് എന്ന് തിരിച്ചറിയാനും ഒരു മാനസിക ശുദ്ധതയിലേക്ക്, അതായത് മനസ്സ് ശുദ്ധീകരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അതിന് വേണ്ടി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള മോശപ്പെട്ട ആൾക്കാർ. അപ്പോൾ ഈ വ്യക്തിക്ക് ആ ഒരു ചതിയായിട്ടുള്ള, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ചതിവ് പറ്റിയത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള പാഠങ്ങളും ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു, പഠിച്ചിരിക്കുന്നു. ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അടുത്തത് നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജും റൊമാൻസ് ഏഞ്ചൽസിന്റെ മെസ്സേജും നമ്മൾക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വി ആർ ഓൾ മാഡ് ഹിയർ എന്നാണ്. യൂണിവേഴ്സ് നിങ്ങളോട്, അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചില സമയത്ത് നിങ്ങൾക്ക് ഭ്രാന്തമായിട്ടുള്ള ചിന്താഗതികൾ വരുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഒച്ചയിൽ ചിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരയുക, അല്ലെങ്കിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടുക. അങ്ങനെ പലതരത്തിലുള്ള മൂഡ് സ്വിങ്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മൂഡ് സ്വിങ്സ് കൺട്രോൾ ചെയ്യാനായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം അത് അത്ര നല്ലതല്ല. നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾ പല കാര്യങ്ങൾക്കും നിങ്ങൾ തകർന്നു വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ഫോളിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് എന്തെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു. സോ അതിൽ നിന്നും നിങ്ങൾ മാനസികമായിട്ട് തകർന്ന് വീണു പോവുകയല്ല വേണ്ടത്. തീർച്ചയായിട്ടും അതിൽ നിന്നും ഉൾക്കൊണ്ട്, ഒരു പാഠം ഉൾക്കൊണ്ട് ഉയർത്തെഴുന്നേക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ, അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള രീതിയിൽ പെട്ടെന്ന് അത് എന്താ പറയുക, തല ഇറങ്ങി വീഴുകയോ, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഇങ്ങനെ പെട്ടെന്ന് തളർന്ന് വീണു എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലെവലിലേക്ക് പോകാണ്ട് കുറച്ചും കൂടി മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, സൂര്യ നമസ്കാരം ചെയ്യാം. ഓക്കെ, കുറച്ച് വെയിൽ കൊള്ളാം, രാവിലത്തെ കുറച്ച് വെയിൽ കൊള്ളാം, അല്ലെങ്കിൽ ജിമ്മിൽ പോകാം. നിങ്ങൾക്ക് കുറച്ചുകൂടി മനോബലവും അതുപോലെ ശാരീരിക ബലവും വർദ്ധിപ്പിക്കേണ്ട ആവശ്യകത പൂർണ്ണമായിട്ടും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്താ പറയുക, വീണ് പോകരുത്. നിങ്ങൾ ഉയർത്തെഴുന്നേക്കുക, നിങ്ങളത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾ അതിനെ നേരിടുക. ആൻഡ് ഓൾസോ പഴയ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ എപ്പോഴും ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ പണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ടാകാം,
അല്ലെങ്കിൽ ഇപ്പൊ ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ചിലപ്പോൾ കൂടുതൽ തെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളായിരിക്കാം. സോ അതിനെക്കുറിച്ചിട്ട് ഓർത്തിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. അയ്യോ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയല്ലോ. ഇപ്പൊ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സ് ടി വി കാണുന്നതിലല്ല, ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ച് പശ്ചാത്തപിച്ച് വിഷമിക്കുന്നുണ്ട്. അത് വേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് റിപ്പീറ്റ് ആകാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നു. അപ്പോൾ അത് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. മണ്ടത്തരം കാണിക്കരുത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഡോണ്ട് അലൗ ആങ്കർ ടു റൂൾ യു എന്നാണ്. അതായത് ദേഷ്യമാണ് നിങ്ങളെ ചില സമയത്ത് കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങളാണ് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലാണ്ട് ഇമോഷൻസ് അല്ല നിങ്ങളെ കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാം. ഇതിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവർക്ക് ഒരു ധാരണയുണ്ട് ദേഷ്യപ്പെടുന്നത് എന്തോ വലിയ കാര്യമാണ്. ഇപ്പൊ നിങ്ങളുടെ അമ്മനോടായാലും നിങ്ങളുടെ അച്ഛനോടായാലും ചിലപ്പോൾ ദേഷ്യപ്പെടുന്നത് നിങ്ങൾ ചിലപ്പോൾ വലിയ കാര്യമായിട്ടൊക്കെ ആയിരിക്കാം കാണുന്നത്. പക്ഷെ അത് ഏറ്റവും മോശപ്പെട്ട ഒരു സ്വഭാവമാണ്. ഓക്കെ, അപ്പൊ അത് മാറ്റാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളെ വിഷമിപ്പിക്കുകയും അസ്വസ്ഥതപ്പെടുത്തുകയും ചെയ്യും. അതിലൂടെ നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. സോ ചിലപ്പോൾ അത് നിങ്ങൾക്ക് തിരിച്ചടിക്കുകയും ചെയ്യും. ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ചീത്ത കർമ്മങ്ങൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ലൈഫിലേക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. ആൻഡ് ഓൾസോ മേക്ക് ദ എഫേർട്ട് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരു മടുപ്പായിട്ടുള്ള മനസ്സോടുകൂടി നിൽക്കുന്ന വ്യക്തിയാകാം. അതായത് ഈ ഒരു പ്രണയബന്ധത്തിന് വേണ്ടിയിട്ട് ഇനിയും എനിക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് വയ്യ മാനിഫെസ്റ്റേഷൻ ഒന്നും ചെയ്യാൻ, അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല, എനിക്കൊന്നും കഴിയില്ല എന്നുള്ള മനസ്സോടുകൂടി നിങ്ങൾ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തേ പറ്റൂ. കാരണം എഫേർട്ട് എടുത്താൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു എഫേർട്ട് യൂണിവേഴ്സ് കാണുകയുള്ളൂ, അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അതർവൈസ് യു വിൽ നോട്ട് ഗെറ്റ് എനി ടൈപ്പ് ഓഫ് റിസൾട്ട് ഫ്രം ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, അതുപോലെ നിങ്ങൾ ചില സമയത്ത് പലപ്പോഴും എന്താ പറയുക, റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നതാണ്, നിങ്ങൾ സീരിയസ് ആകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ പറയുന്ന പല കാര്യങ്ങളും, തമാശയോടുകൂടി പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. സോ അത്തരത്തിലുള്ളൊരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയെടുക്കുക. നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആവുക, നിങ്ങൾ കുറച്ചും കൂടി ഫണ്ണാവുക. അതായത് തമാശകളൊക്കെ പറയാത്ത ആളാണെങ്കിൽ തമാശകൾ പറഞ്ഞു തുടങ്ങുക, തമാശകളെ ഇഷ്ടപ്പെടുക, മനസ്സ് കുറച്ചുകൂടി സിമ്പിൾ ആക്കി എടുക്കുക. ചില ആൾക്കാരുണ്ട് എന്ത് കേട്ടാലും സീരിയസ് ആക്കി എടുത്ത് അത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്വഭാവം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വർക്കൗട്ട് ആവില്ല. നിങ്ങൾ വേറെ ആൾക്കാരോട് വേണമെങ്കിൽ റിയാക്ട് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ ഓവറായിട്ട് സ്ട്രിക്റ്റ് ആയാൽ, അല്ലെങ്കിൽ ഓവറായിട്ട് കരിങ്കല്ല് പോലത്തെ മനസ്സൊക്കെ വെച്ചിരുന്നാൽ അവിടെ പ്രണയം വർക്കൗട്ട് ആവില്ല. സോ അതൊന്ന് ശ്രദ്ധിക്കാം. ആൻഡ് ഓൾസോ നെക്സ്റ്റ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് ഇറ്റ് ഈസ് ദ ടൈം ടു ഡിസ്കണക്ട്. ശരിക്കും നിങ്ങൾ പ്രണയം ശരിക്കും പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പ്രണയം പ്രകടിപ്പിക്കുന്ന രീതി കുറച്ച് തെറ്റായ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത്. സോ അത് നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജസ്റ്റ് ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനോട് താല്പര്യം ഇല്ലായിരിക്കാം. ഓക്കെ, ഗിഫ്റ്റ് ഒക്കെ മേടിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല, അതൊക്കെ ചുമ്മാ പ്രഹസനമാണ്. പക്ഷെ അങ്ങനെയല്ല, അവിടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. അത് നിങ്ങളുടെ പങ്കാളിക്കും കൂടി അത് തോന്നിക്കണം, നിങ്ങളുടെ മനസ്സിൽ സ്നേഹമുണ്ട് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ഒന്ന് മാറ്റി പിടിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ പല കാര്യങ്ങൾക്കും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല, നിങ്ങളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, നിങ്ങളെ കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ റിലീജിയൻ പരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ പറയും ഓക്കെ നമുക്കത് സംസാരിച്ച് നമ്മുടെ പാരൻസിനെ കൊണ്ട് സമ്മതിപ്പിക്കാം. അപ്പൊ നിങ്ങൾ പറയും അയ്യോ എനിക്ക് പേടിയാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ റിലീജിയൻ പരമായിട്ടുള്ള പ്രശ്നമല്ല, ഏത് പ്രശ്നം തന്നെ ആണെങ്കിൽ പോലും നിങ്ങൾക്കതിനെ നേരിടാനുള്ള ചങ്കൂറ്റമില്ല.
ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പ്രണയിക്കാൻ കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്കത് വർക്കൗട്ട് ആക്കി മാരേജിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ അത് നിങ്ങളുടെ പ്രശ്നം തന്നെയാണ്. അപ്പോ നിങ്ങൾ ഭയങ്കര കൺസേൺ ആണ്. അല്ലെങ്കിൽ ഓക്കെ നാളെ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ നാളത്തേനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അത്രയും ടെൻഷനിലേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾ കാര്യങ്ങളെ വളരെ മെച്ചുവേർഡ് ആയിട്ട് ഡീല് ചെയ്യാനായിട്ട് പഠിക്കണം. നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ആദ്യം നിങ്ങൾ ഫ്രീ ആക്കി വിടുക. ഈ ഫോട്ടോയിൽ നിന്ന് ഈ കാർഡിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇവിടെ നമുക്കൊരു ആനിമലിനെ കാണാം. അത് ഒരു ഒരു വേലിക്കുള്ളിലാണ് ഇരിക്കുന്നത്. ഒരു തടങ്കലിലാണ് നിൽക്കുന്നത്. അതായത് അത് ഫ്രീ ആയിട്ടില്ല. ഇത് നിങ്ങളുടെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഫ്രീ ആകാനായിട്ട് ശ്രമിക്കുക. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ്. അപ്പൊ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാര് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. ബാക്കി പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.